തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് എന്ന ഗ്രാമത്തിൽ ജനിച്ച് തികഞ്ഞ ഒരു മലയാളി നാമം, സാധാരണമായ ഒരു മലയാളി നാമം അജയൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി പിന്നീട് അജയ്യകുമാറായി മാറുന്ന ഒരു കാഴ്ച, ഒരു കഥ, അതാണ് നമ്മളിന്നിവിടെ കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ആമുഖത്തിൽ ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നമസ്കാരം. അജയേട്ടൻ ജനിച്ചത് ഞാൻ പറഞ്ഞതുപോലെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ, ഒരു ഗ്രാമത്തിലാണ്. ഇപ്പോൾ അജയ്യകുമാറായി. രണ്ട് പേരിനുമിടയിലുള്ള കാലം, അതാണ് നമുക്കറിയേണ്ടത്. ബാല്യം ഒന്ന് ഓർമ്മിക്കാമോ? ഈ അജയ്യകുമാർ എന്നുള്ള പേര്, അത് എനിക്ക് ജനിച്ചപ്പോൾ തന്നെ അജയ്യകുമാർ എന്ന് തന്നെയാണ് പേര്, അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ഞാനും സ്കൂളിലൊക്കെ പരീക്ഷയുടെ സമയത്തൊക്കെയാണല്ലോ നമ്മളെപ്പോഴും പേര് എഴുതേണ്ട ആവശ്യം, ഒഫീഷ്യലി എഴുതേണ്ട ആവശ്യം വരുന്നത്. അപ്പം അത് 10ാം ക്ലാസ് വരെ ഞാനും അത് അറിഞ്ഞിരുന്നില്ല. അജയകുമാർ എന്നാണ് ഞാൻ എഴുതാറ്. എല്ലാവരും എല്ലാ അജയകുമാർമാരെയും അജയൻ എന്നല്ലേ വിളിക്കാറ്. അപ്പം അങ്ങനെ ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ അജയൻ എന്നാണ് വിളിക്കുക. എൻ്റെ വീട്ടിൽ കണ്ണൻ എന്നാണ് വിളിക്കുക. അമ്മയും സഹോദരങ്ങളും അടുത്ത ചില അമ്മയുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ 10ാം ക്ലാസ്സിൽ തന്നെ പരീക്ഷയ്ക്ക് മുമ്പ് എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു തന്നപ്പോഴാണ് പേര് കറക്റ്റായിട്ട് തന്നെ എഴുതണം, അത് 2 Y ആണ്, അജയ്യകുമാർ എന്നാണ് പേര് എന്ന് പറയാം. പിന്നീട് ബാക്കി ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അജയ്യകുമാർ എന്നും അല്ലെങ്കിൽ അജയ് കുമാർ എന്ന് തന്നെയാണ് ഞാനും പറയാറുള്ളത്. അപ്പോൾ എൻ്റെ ബാല്യത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ അച്ഛൻ്റെ തറവാട്ടിലാണ്, സാധാരണ പെരുമ്പിടിശ്ശേരിയിലാണ്, അവിടെയാണ് ജനിച്ചു വളർന്നത്. അതൊരു അഞ്ചാമത്തെ വയസ്സിൽ ഞങ്ങൾ തായങ്കുളങ്ങര നടയിലേക്ക് വരികയാണ്. അത് അമ്മ അവിടെ ചേർപ്പ് CNN BHSൽ ടീച്ചറായിരുന്നു. അച്ഛൻ മൂർക്കനാട് സെൻറ്റ് ആൻ്റണീസിലായിരുന്നു. അപ്പോൾ പോയി വരാനുള്ള സൗകര്യമൊക്കെ, രണ്ടുപേരും അധ്യാപകരാണ്. ആ ഒരു സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ തായങ്കുളങ്ങര നടയിലേക്ക് ഞങ്ങൾ വരികയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു അന്തരീക്ഷം, പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അവിടുത്തെ ഒരു മേള സംസ്കാരം, അതുപോലെ അവിടെ കഥകളി ക്ലബ്ബുകൾ, അപ്പോൾ ഇതൊക്കെ അന്ന് ആസ്വദിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാനതിനെ വളരെ കുട്ടിക്കാലത്ത് എല്ലാവരെയും പോലെ ഞാനും കളിച്ച് ഒക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. പിന്നെ അവിടെയുള്ള ലൈബ്രറി, 2 ലൈബ്രറികളുള്ള ഒരു ഗ്രാമം. അപ്പോൾ അത്യാവശ്യം വായന ആളുകൾക്കുണ്ട്. എല്ലാവരും വൈകുന്നേരം ആയാൽ അവിടെ ലൈബ്രറിയിൽ ചെല്ലും, പുസ്തകങ്ങൾ വായിക്കും. പലതരത്തിലുള്ള പുസ്തകങ്ങൾ ലൈബ്രറി ആകുമ്പോൾ കിട്ടുമല്ലോ, അങ്ങനെ അത് വായിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നമ്മളിലുണ്ടാക്കുന്ന മാറ്റം, അത് നമ്മളെ അറിയാതെ തന്നെ വായനയുടെ ലോകത്തിലായാലും മേളത്തിൻ്റെ ലോകത്തിലേക്കായാലും അല്ലെങ്കിൽ കലാസംഘാടനം, അതിലേക്കൊക്കെ അതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്നുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ, സ്കൂളിലത്തെ അധ്യാപകരായാലും, അന്ന് KPC മാഷ് അവിടെ ചേർപ്പ് സ്കൂളിൽ മാഷാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അക്ഷരശ്ലോകം ആദ്യമായിട്ട് അതെ അദ്ദേഹമാണ്. ഒരു എൻ്റെ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കുണ്ടൂർ സ്മാരക അക്ഷരശ്ലോക സദസ്സ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അന്നും അതിലും ഞാനൊരു ഏറ്റവും മിടുക്കനായിട്ടുള്ള ശ്ലോകം ചൊല്ലുന്ന വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല. പക്ഷേ മാഷക്ക് വളരെ ഇഷ്ടമായിരുന്നു. ശ്ലോകം ചൊല്ലാൻ വാസനയുണ്ട്, എന്നെ കണ്ണൻ എന്നാണ് മാഷ് വിളിക്കുക. അപ്പോൾ കണ്ണൻ പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ക്ലാസ്സിലൊക്കെ ആദ്യം ഒരു 3-4 വർഷം അവിടുത്തെ ആദ്യത്തെ ബാച്ചായിരുന്നു അവിടെ അക്ഷരശ്ലോകം അഭ്യസിച്ചു. അപ്പോൾ അത് കുറേ കവിതകൾ നമ്മൾ അറിയാതെ മനഃപ്പാഠാക്കും. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. അപ്പോൾ ആ ഒരു അന്തരീക്ഷം, അതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ, അന്ന് കുഞ്ഞുണ്ണി മാഷ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ കുട്ടിക്കാലത്ത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നാടകമൊക്കെ പഠിപ്പിക്കുന്ന ജോൺസൺ മാഷുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ അതിൽ ആക്റ്റീവാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാർ കുറേ പേര് മാതൃഭൂമിയുടെ ഭാഗമാണ്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ക്ഷണിക്കാൻ പോകുമ്പോൾ ഇന്നത്തെ പോലെ അദ്ദേഹം കാറിൽ വരില്ല, അദ്ദേഹത്തിന് ബസ് മതി. പക്ഷേ പ്രായമായതുകൊണ്ട് ആരെങ്കിലും ഒരാളെ കൊണ്ടുവരണം. അപ്പോൾ മാഷെ വിളിക്കാൻ പോകുന്നത് ഞാനെപ്പോഴും ഉണ്ടാവും. അപ്പോൾ വലപ്പാട് ആളുടെ വീട്ടിൽ പോയി ആളെ വിളിച്ച് കൊണ്ടുവരുന്ന ഒരു അനുഭവമുണ്ട്. ബസ്സിൽ വരുമ്പോൾ മാഷയുടെ കൂടെയുള്ള അനുഭവങ്ങൾ. ചിലപ്പോൾ ചീത്ത പറയും നേരം വൈകിയാൽ. അപ്പോൾ അതൊന്നും നമുക്ക് അന്ന് മാഷയുടെ വില നമുക്കും അറിയില്ല. പിന്നീട് ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ
വലിയ മുഹൂർത്തങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡിഗ്രി വരെ ഞാൻ നാട്ടിൽ തന്നെയാണ് പഠിച്ചതും വളർന്നതുമൊക്കെ. 70കളുടെ കാലം, 70 തൊട്ട് 90 വരെയുള്ള ഒരു കാലഘട്ടം. അജയൻ്റെ സഹോദരങ്ങളൊക്കെ? എൻ്റെ 2 സിസ്റ്റേഴ്സ്, അവരൊക്കെ എന്നെക്കാളും മുതിർന്നവരാണ്. 2 ഏറ്റവും മുതിർന്ന സിസ്റ്റർ ബോംബെയിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ രണ്ടാമത്തെ സിസ്റ്റർ പിന്നെ ഭർത്താവിൻ്റെ ജോലി അനുസരിച്ച് ഇന്ത്യയിലെ പല ഭാഗത്തുണ്ടായിരുന്നു. എൻ്റെ ബ്രദറ് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. നാലാമത്തെ ആൾ. അജയ മാതാപിതാക്കൾ അധ്യാപകരാവുക, KPC നാരായണ ഭട്ടതിരിപ്പാടിനെ പോലുള്ളൊരു അധ്യാപകൻ ഒപ്പമുണ്ടാവുക, ഇത്തരം വീട്ടിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? വായനകൾ അല്ലെങ്കിൽ കലാസാഹിത്യത്തിന് അല്ലെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും ഈ മാതാപിതാക്കൾ അധ്യാപകരായതുകൊണ്ട് ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് നിഷ്കർഷയോടുകൂടി എന്തെങ്കിലും ബാല്യത്തിന്? അങ്ങനെ നിഷ്കർഷ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അറിവില്ല. അച്ഛൻ വായിക്കും. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഒരു ചെറിയ ലൈബ്രറി അന്നേ വീട്ടിലുണ്ട്. അതുകൂടാതെ വായിക്കാനായിട്ട് എപ്പോഴും പറയും. നമ്മൾ കളിച്ച് കിടക്കുമ്പോൾ ഈ സ്കൂളിലത്തെ വെക്കേഷൻ സമയത്ത് പോലും കുറച്ച് നേരം വായിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ട്. പിന്നെ അച്ഛൻ ഹിന്ദി ടീച്ചറായതുകൊണ്ട് ഹിന്ദിയിൽ പ്രാഥമിക മധ്യമ പരീക്ഷകളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അതിനൊക്കെ പോയിരുന്നു, അതൊക്കെ പഠിക്കും. അപ്പോൾ ഒരു ഹിന്ദി വിദ്യാഭ്യാസം നമുക്ക് വന്നു ചേരുകയുണ്ടായി. അപ്പോൾ ഈ ലൈബ്രറിയിലേക്കുള്ള പോലെ ആദ്യം ഞാൻ ചിലപ്പോൾ വായിച്ചിരുന്നത് കാനത്തിനെയും മുട്ടത്തുവർക്കിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനെ പൈങ്കിളി എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതല്ല. ആദ്യം വായിക്കേണ്ട പുസ്തകങ്ങൾ ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. അത് വായിച്ചു. പിന്നെ പതുക്കെ നമ്മൾ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് MT MBKനും മുകുന്ദനൊക്കെ വരുന്നതും പിന്നീടാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് കടന്നു പോകുന്നത്. അന്ന് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അധികം കിട്ടില്ല, അതിനുള്ള സാധ്യതയില്ല. തൃശ്ശൂരിലത്തെ പബ്ലിക് ലൈബ്രറിയിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് നിന്ന് തൃശ്ശൂർക്ക് വരിക എന്നുള്ളത് 10ാം ക്ലാസ് വരെ എന്നോ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിൽ പോലും ഉണ്ടാവാത്ത കാര്യങ്ങളാണ്. ആ നാട്ടിലെ ലൈബ്രറി തന്നെയാണ്. അപ്പോൾ മലയാളത്തിലെ പുസ്തകങ്ങൾ വായിച്ചും മാസികകളൊക്കെ വായിച്ചിട്ട് തന്നെയാണ്, മാതൃഭൂമി വായിച്ചിട്ടായാലും അല്ലെങ്കിൽ ബാലരമയോ ഒക്കെ അന്ന് പൂമ്പാറ്റയോ ഒക്കെ വായിച്ചിട്ട് തന്നെയാണ് ഞാനും വളർന്നത്. പക്ഷെ വായന എന്തായാലും വായിക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ചിട്ടയുള്ളൊരു ഈ ഒരു അമ്പലത്തിൻ്റെ 5 or 6 ക്ഷേത്രങ്ങളുടെ നടുവിലാണ് ഈ എൻ്റെ അഗ്രഹാരം. ഏതൊക്കെയാണ് ക്ഷേത്രങ്ങൾ? അത് പെരുവനം മഹാദേവ ക്ഷേത്രം, മേക്കാവിലെ ക്ഷേത്രം, തായംകുളങ്ങര, പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ ചേർപ്പ് ഭഗവതി, തിരുവള്ളക്കാവ്, ഊരകം. അപ്പോൾ ഇത്രയും ക്ഷേത്രങ്ങൾ പ്രധാന ക്ഷേത്രങ്ങളുടെ അടുത്താണ്. എല്ലാം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോൾ രാവിലെ എണീറ്റാൽ അമ്പലക്കുളത്തിൽ കുളിച്ചു അവിടെ അമ്പലങ്ങളിൽ പോവുക എന്നുള്ളൊരു ശീലമുണ്ട്. അപ്പോൾ രാവിലെ ഇരിക്കുന്ന ശീലം വരുന്നു. രാവിലെ ഇരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് രാവിലെ നമുക്ക് അന്ന് TV ഒന്നുമില്ല. ഇന്നും രാവിലെ എൻ്റെ TV കാണാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ പേപ്പർ വായിക്കുന്നു, വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നു, പഠിക്കാനുള്ളത് വായിക്കുന്നു. അപ്പോൾ ചിട്ടയുള്ള ജീവിതത്തിന് നമ്മളുടെ ജീവിതത്തിൽ പിന്നീടും നല്ല മാറ്റങ്ങളുണ്ടാകും. ചേട്ടൻ പിന്നീട് ഒരു കാലം കഴിഞ്ഞപ്പോൾ, അതിലേക്ക് ഞാൻ പിന്നീട് വരാം, എങ്കിലും കുട്ടികളുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള, അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബാല്യം എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് അജയേട്ടൻ്റെ ബാല്യത്തിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണോ, നല്ല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു? അതെ, അല്ല തീർച്ചയായിട്ടും. അതായത് അന്നത്തെ കാലത്തെ പല കാലഘട്ടങ്ങളിലനുസരിച്ച് ഈ തെറ്റുകൾ ശരികളാവാം, ശരികൾ തെറ്റുകളാവാം. നമ്മളുടെ കുട്ടിക്കാലത്ത് അധ്യാപകർ ശിക്ഷിക്കും, അത് അന്നത്തെ ശരിയായിരുന്നു. ഇന്നത് ശരിയല്ല, ഇന്ന് വേറെ രീതിയിലാണ് ഉപദേശങ്ങളും അല്ലെങ്കിൽ കുട്ടികളെ നന്നാക്കാൻ പല വഴികളുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് അന്നത്തെ പാരൻറ്റിങ്ങും. അതായത് ശിക്ഷ, ചീത്ത പറയുക അല്ലെങ്കിൽ അത്യാവശ്യം അടിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ സ്വാഭാവികമാണ്. അത് അടി കൊണ്ടാൽ നമുക്കും അത് വിഷയമില്ല. അത് അധ്യാപകരുടെ കയ്യിലായാലും അച്ഛനമ്മമാരുടെ കയ്യിലായാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ വളർന്നു വരുന്നു. എൻ്റെ ഒരു തലമുറ എന്ന് പറയുന്നത് ഏറ്റവും അധികം വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിലായാലും അല്ലെങ്കിൽ ടെക്നോളജിയിലൊക്കെ ഉണ്ടായ ഒരു തലമുറയല്ലേ. ആദ്യം വന്ന കമ്പ്യൂട്ടർ, പിന്നെ ടെലികോം വിപ്ലവം, വല്ലാത്ത ഇൻ്റർനെറ്റിൻ്റെ ഒരു അതിപ്രസരം, പിന്നെ ഐഫോൺ പെട്ടെന്ന് കടന്നു വരുന്നു, സ്മാർട്ട് ഫോൺസ് വരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൾച്ചറലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എവിടെ പോയാലും നമ്മൾ സാധാരണ ആ നാട്ടിൻപുറത്തുകാരൻ തന്നെയായിരിക്കും. അത് വലിയ വലിയ മാറ്റങ്ങൾ ഒരാൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും ഒരു യാഥാസ്ഥികനായ വളരെ സാധാരണക്കാരനായ ഒരു നാട്ടിൻപുറത്തുകാരൻ തന്നെയാണ്. അപ്പോൾ
അതിൽ നിന്നുള്ളൊരു കൾച്ചറൽ ഷിഫ്റ്റ് നമ്മളുടെ പാരൻറ്റിങ്ങിനെയോ നമ്മളുടെ കുട്ടികളോട് പെരുമാറുമ്പോൾ ഇതെല്ലാം ഇങ്ങനെയല്ല വേണ്ടത്, ശിക്ഷിക്കണം എന്ന് മനസ്സ് പറയും, അതല്ല ശരിയെന്ന് നമ്മുടെ അനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളും പറയും. അപ്പോൾ അത് എല്ലാവർക്കും ഗുണപ്രദമാവണം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു പാരൻറ്റിങ്, മൈൻഡ്ഫുൾ പാരൻറ്റിങ് എന്നുള്ള പുസ്തകം ഞാൻ എഴുതുമ്പോൾ അത് എനിക്ക് മാത്രമല്ല, എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ എഴുതിയത്, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല. കാരണം അതിൽ ഞാനും ഒരു നല്ല ഒരു പാരൻ്റായി മാറുകയാണ് അത് എഴുതുന്നതോടുകൂടി. നമ്മൾ എഴുത്ത് നമ്മളെയും കൂടി ശുദ്ധീകരിക്കുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ അനുഭവങ്ങൾ. നല്ല അനുഭവങ്ങളുണ്ട്, ഇപ്പോൾ നോക്കുമ്പോൾ നല്ലതല്ലാത്ത അനുഭവങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് ആ പുസ്തകം. ബാല്യ പഠനം അല്ലെങ്കിൽ സ്കൂൾ പഠനം മുഴുവൻ അവിടെ തന്നെ കഴിഞ്ഞു, ചേർപ്പ് അവിടെ തന്നെ കഴിഞ്ഞു. പിന്നെ തൃശ്ശൂർക്ക് അടുത്ത ഘട്ടം തൃശ്ശൂർക്കാണ് പോകുന്നത്. അതെ, അതെങ്ങനെയാണ്? അപ്പോൾ എൻ്റെ അമ്മ അവിടെ സ്കൂളിലെ ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്നും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനോട് ഒരു വലിയ കുറച്ച് താല്പര്യം വന്ന സമയമാണ്. അപ്പോൾ അമ്മ അവിടെ അധ്യാപികയായെങ്കിലും എന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഒരു ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ പോയത് അവിടെ നിന്ന് ഓടി വരിക ചെയ്തത്. അവിടെ പഠിക്കാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ KG1 KG2 അതിനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പിന്നെ 1ാം ക്ലാസ്സിൽ പോയി ചേരുക ചെയ്തത്, അമ്മയുടെ സ്കൂളിൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും അമ്മയെ കാണണം, അന്ന് അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളുണ്ട്. തീരെ പഠിക്കാൻ നല്ല കുറുമ്പും വാശിയൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു ഞാനും. പിന്നെ കോളേജിലേക്ക് സെൻറ്റ് തോമസ് കോളേജിലാണ് അന്ന് 10ാം ക്ലാസ്സിലത്തെ മാർക്ക് അനുസരിച്ച് നല്ല മാർക്കുള്ള കുട്ടികൾ സെൻറ്റ് തോമസിലാണ് അന്ന് പോവുക. അപ്പോൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ എല്ലാവരുടെയും പോലെ അന്നത്തെ എൻ്റെ മാതാപിതാക്കളും എന്നെ എൻജിനീയറോ ഡോക്ടറോ ഒക്കെ ആക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് സയൻസ് വിഷയങ്ങളോടും മാത്സിനോടൊക്കെ അത്ര എനിക്ക് ആർട്ടിനോടോ അതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പഠിച്ചാൽ എന്താവും എന്നുള്ളൊരു ഉത്കണ്ഠയുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു നല്ല മാർക്ക് കിട്ടിയ കുട്ടി എപ്പോഴും ആദ്യം സയൻസിനോടോ മാത്സിനോടോ എൻ്റെ വിഷയങ്ങളിൽ എടുത്ത് പഠിക്കണം അങ്ങനെയാണ് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ സെൻറ്റ് തോമസിൽ പ്രീ-ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. പിന്നെ എൻജിനീയറിങ്ങിന് അന്ന് എൻട്രൻസ് ആണ്, എനിക്ക് എൻട്രൻസ് എഴുതി കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഉള്ളത് BSc ആണ്. BSc മാത്സ് പഠിച്ചു. പ്രത്യേകിച്ച് ഇന്നതാവണം എന്ന് ആരും വിചാരിക്കുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ മാത്സ് പഠിച്ചു. മാത്സ് പഠിച്ചതിന് ശേഷമാണ് എന്ത് വേണം എന്ന് ആലോചിക്കുന്നത്. പിന്നെയാണ് നമ്മൾ ജീവിതത്തിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതും, അല്ലെങ്കിൽ നാട് വിട്ട് പോകണം, നാട് വിട്ട് പോയാലേ രക്ഷയുള്ളൂ, നാട്ടിൽ ജോലി കിട്ടില്ല എന്നുള്ള ഒരു വിചാരമുണ്ട്. അങ്ങനെ ബോംബെക്ക് പോവുകയാണ്. അപ്പോൾ അജയേട്ടൻ ബാല്യത്തിൽ ഈ പറഞ്ഞ പോലെ അക്ഷരശ്ലോകം അല്ലെങ്കിൽ വായന, കുഞ്ഞുണ്ണി മാഷ്, KPC മാഷ്, അങ്ങനെ ഒരു ലോകം. തൃശ്ശൂർക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു അത്തരം ലോകങ്ങൾ? തൃശ്ശൂർ ഇപ്പോൾ സെൻറ്റ് തോമസ് കോളേജ് അതിനൊന്നും അനുകൂലമുള്ള ഒരു സാഹചര്യമല്ല. തീർത്തും പഠിത്തമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ എൻട്രൻസ് ലക്ഷ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കോളേജ് കാലഘട്ടം അങ്ങനെ വലിയൊരു എനിക്ക് തൃശ്ശൂരിനെ ഓർമ്മപ്പെടുത്താനൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അപ്പോഴും തിരിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. കോളേജിൽ പോയ ആ മിനിമം ടൈം, ആദ്യത്തെ പ്രീ-ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി കാലത്ത് നമ്മൾ അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. അവിടെ അറ്റൻഡൻസ് പോലും അങ്ങനെ നോക്കുന്ന ഒരു കാലഘട്ടമല്ല അത്. അപ്പോൾ കോളേജിൽ പോകുന്നു, തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അന്ന് ഓണാഘോഷങ്ങളുടെ മത്സരങ്ങളുണ്ടാവും. അപ്പോൾ നാട്ടിൽ സാംസ്കാരികമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സംഘാടനം മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് അതിൽ കഴിവ് തെളിയിക്കാനുള്ള പല അവസരങ്ങളുണ്ടായിരുന്നു. വല്ലച്ചിറയിൽ നാടക മത്സരങ്ങളുണ്ട്. പിന്നെ അന്നൊരു ഫിലിം സൊസൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ 2 ക്ലബ്ബുകളുണ്ടായിരുന്നു. പ്രൊഫഷണൽ നാടകങ്ങൾ എല്ലാ മാസങ്ങളിലും വരുത്തി ടിക്കറ്റ് വെച്ച് ഷോ ചെയ്യണ 2 നാടക ക്ലബ്ബുകൾ. അപ്പോൾ അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കൊരു സംഘാടകനോ ഒന്നും ആവാതിരിക്കാൻ പറ്റില്ല. അതിൽ എങ്ങനെയെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പ്രവർത്തിച്ചിരിക്കും. അത്ര സജീവമായിട്ടുള്ള കൾച്ചറലി വളരെ എന്താ പറയുക അതിൻ്റെ ഒരു ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പെരുവനത്തിൻ്റെയും ചേർപ്പിൻ്റെയും എന്ന് പറയാം. അപ്പോൾ അതിൽ അജയേട്ടൻ കലാ സാംസ്കാരിക മേഖലയിലേക്ക് കടന്നുകൊണ്ട് ചോദിക്കാം. അപ്പം അന്ന് ഈ ചേർപ്പ് അല്ലെങ്കിൽ പെരുവനം ഈ പ്രദേശങ്ങളെല്ലാം തന്നെ മേളത്തിൻ്റെ ഒരു എന്താ പറയുക ഈറ്റില്ലം എന്ന് അന്നൊന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അക്കാലത്തെ അത്തരം ഓർമ്മകൾ മേളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൂരം, ആറാട്ടുപുഴ പൂരം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എന്താ?
അജയേട്ടന് മനസ്സിൽ വരുന്നത്? അത് അവിടെ ഒരു മേള സംസ്കാരം, അത് അവിടുത്തെ ആർക്കും മേളത്തിൻ്റെ സാങ്കേതികത അറിയണമെന്നില്ല. പക്ഷെ എല്ലാവരും താളം, ഇപ്പോൾ പഞ്ചാരി മേള ആയാലും പാണ്ടിമേള ആയാലും താളം പിടിക്കുന്നത് ശരിയായിരിക്കും. കാരണം കുട്ടിയിലെ തൊട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഇതാണ് ഈ താളങ്ങൾ. ഈ പെരുവനം, ആറാട്ടുപുഴ, ചേർപ്പ് പരിസരത്തുള്ള എല്ലാവർക്കും അതിലൊരു അറിഞ്ഞോ അറിയാതെയോ ഒരു വാസന ഉണ്ടാവും. ആ വാസനയുണ്ട്. പക്ഷെ അത് സാങ്കേതികമായിട്ട് ചോദിച്ചാൽ പലപ്പോഴും പറയാറുണ്ട്, അതിനെ പറ്റിയിട്ടുള്ളൊരു ചർച്ച, സജീവമായ ചർച്ചയൊന്നും അവിടെ ഇല്ല. അല്ലെങ്കിൽ പൂർവികരെ പറ്റിയിട്ടുള്ള അവർ ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മേളത്തിന് കൊടുത്ത സംഭാവനകളെ പറ്റിയിട്ടോ ഒന്നും ചർച്ച ചെയ്യാനോ ഡോക്യുമെൻ്റ് ചെയ്യാനോ നമ്മളൊക്കെ വളരെ പിന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അനുഭവമില്ല. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മേള സംസ്കാരം ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ പോലെ മേളം ഒരു ഇന്ന് മേളം വളരെ പോപ്പുലറായ, എല്ലാ യുവാക്കൾ പോലും ആസ്വദിച്ച് വലിയ ഊർജ്ജത്തോടു കൂടി പോകുന്ന, കാണുന്ന, തുള്ളിച്ചാടുന്ന അതൊന്നും അന്നത്തെ കാലഘട്ടത്തിലില്ല. പ്രത്യേകിച്ച് പെരുവനം കുട്ടന്മാരെ പോലുള്ള കലാകാരന്മാർ വരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. കാരണം മേളം മാത്രം പോരാ, ഒരു തൊഴിലൊപ്പം വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് പോലും സംശയമായിരുന്നു എങ്ങനെ മകൻ ഒരു മേളം കൊണ്ട് ജീവിക്കും. അങ്ങനെ ചേർപ്പ് സീനിയർ സ്കൂളിൽ അദ്ദേഹത്തിന് ജോലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയനെ ബോംബെക്ക് അയക്കുകയുണ്ടായത്. അനിയൻ പഠിച്ച് പുറത്തേക്ക് പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ആ കാലഘട്ടം. അന്ന് മേളത്തിൽ നിന്ന് അങ്ങനെ ഒരു സമ്പാദ്യം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇന്നത്തെ പോലെ ഒരു സ്റ്റാർ വാല്യൂ ഇല്ല. നമ്മളും അവരെ സാധാരണ ആളുകളായിട്ടാണ് കാണാറുള്ളത്. അത് കഴിഞ്ഞാൽ അവർ സാധാരണ ആളുകളെ പോലെ നാട്ടിൽ ഇടപഴകുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നെ സംഘാടനത്തിൽ വളരെ കുറച്ച് പേരെ ഉള്ളൂ. ഒക്കെ വയസ്സായ ആരെങ്കിലും ആയിരിക്കും കമ്മിറ്റികളിലുള്ളത്. ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനങ്ങളുടെ വരുമാനം കുറഞ്ഞൊരു സമയമാണ്. അപ്പോൾ അമ്പലങ്ങൾ ക്ഷയിച്ചു വരുന്ന സമയമാണ്. ഒരു പാരമ്പര്യവാദം നല്ലതല്ല എന്ന് ഞങ്ങൾ ചെറുപ്പക്കാർ പോലും വിശ്വസിച്ചിരുന്നൊരു സമയമാണ്. അത് വിപ്ലവത്തിന് ചേർന്നതല്ല പാരമ്പര്യം എന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ പാരമ്പര്യത്തിനെയും സംസ്കാരത്തിനെയും നമ്മൾ തള്ളിപ്പറയുകയല്ല, അതിനോട് അത്ര വലിയൊരു ആഭിമുഖ്യമില്ലാത്ത ഒരു കാലഘട്ടം. അതിൽ നിന്നുള്ള ഒരു വളർച്ച ഞാൻ മേളത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെയാണ് കഥകളി. അന്ന് അവിടെ നമ്പൂതിരീസ് എന്നുള്ള ട്യൂഷൻ സെൻറ്റർ, അവർ കഥകളി എല്ലാ മാസവും ഞങ്ങളുടെ അമ്പലത്തിൽ നടത്താറുണ്ട്. പിന്നെ ചേർപ്പ് കഥകളി ക്ലബ്ബ് സജീവമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് മാഷും ഒക്കെയുള്ള ഒരു സമയം. അപ്പോൾ അന്നൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ ഇതിനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ സംഘാടകനായി പിന്നീടെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, അജയേട്ടൻ്റെ ലോകം ആദ്യം പറഞ്ഞത് വായനയുടെയും അത്തരം, പിന്നെ നാടകത്തിലേക്ക് വന്നു. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ പൂരം അല്ലെങ്കിൽ മേളം അല്ലെങ്കിൽ കഥകളി ഇതിനൊക്കെ അന്ന് തോന്നി ഉൾക്കൊണ്ടിരുന്നോ എന്നുള്ളതാണ്. ഒട്ടും അങ്ങനെ ഇല്ല. ഇപ്പോൾ കളി കാണും, പക്ഷെ അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഇരുന്ന് കളി കാണില്ല. പലപ്പോഴും ഇപ്പോൾ മേജർ സെറ്റിൻ്റെയൊക്കെ അന്ന് കളികൾ വരുമ്പോൾ പോലും എനിക്ക് താല്പര്യം തോന്നുന്ന ഒരു കളി ഞാൻ ഇരുന്ന് കാണുമെന്നല്ലാതെ അതിനായിട്ട് എനിക്ക് ഒരു ഭയങ്കര പാഷൻ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നീട് ഞാൻ നാട് വിട്ട് ഗൾഫിലേക്ക് പോയതിന് ശേഷം അന്ന് ഏഷ്യാനെറ്റിൽ രാവിലെയാണ്, അവിടെ അതിരാവിലെയാണ് കഥകളി ഏഷ്യാനെറ്റ് ആദ്യമായിട്ട് സംപ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ആണ് ഞാൻ കൂടുതൽ കളികൾ വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് കാണുന്നത്. അപ്പോൾ അന്ന് വായന, നാടകം അതൊക്കെ തന്നെയാണ് കുറച്ചുകൂടി ആ വായന ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അന്ന് തൃശ്ശൂരിലെത്തുന്ന ഒരു യുവാവ്, പഠിക്കാൻ പ്രത്യേകിച്ച് എത്തുന്ന ഒരു യുവാവിനെ പോലെ തൃശ്ശൂർ അജയേട്ടനെ ആകർഷിച്ചിട്ടില്ല. തൃശ്ശൂർ നഗരം ഒരിക്കലും, തൃശ്ശൂർ പൂരം പോലും അന്നും ഇന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. പൂരത്തിന് വരാറുണ്ടോ? തൃശ്ശൂർ പൂരത്തിന് ഞാൻ ചില വർഷങ്ങളിൽ ഞാൻ വന്നതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ രാവിലെ ഇവിടെ നിന്ന് വന്നൊന്ന് പോകുന്നല്ലാതെ അങ്ങനെ തൃശ്ശൂർ പൂരം എന്നെ ഒരു കാലത്തും ആകർഷിച്ചിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ നാടിനോടുള്ള കൂടുതലുള്ള സ്നേഹമായിരിക്കാം. അതായത് പെരുവനം, ആറാട്ടുപുഴ പൂരങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. അത് തൃശ്ശൂർ പൂരത്തിന് ഇല്ല, അത്ര വർഷത്തെ പഴക്കമില്ല. ഇത് ഒരു കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നീട് എങ്ങനെയോ തൃശ്ശൂർകാർ അത് ഈ പെരുവനം, ആറാട്ടുപുഴ പൂരത്തിനെ ഹൈജാക്ക് ചെയ്തു എന്നൊരു തോന്നൽ എൻ്റെ കുട്ടിക്കാലത്ത് എന്നിൽ അറിയാണ്ട് വന്നിട്ടുണ്ട്. അത് ശരിയല്ലെങ്കിലും
ഇപ്പോൾ ഈ തൃശ്ശൂർ അല്ല പൂരം എന്നുള്ളതിനെ മാറ്റി തൃശ്ശൂർ പിന്നീട് എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ടു തുടങ്ങി അല്ലെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് തൃശ്ശൂർ? അല്ല, അങ്ങനെ എനിക്ക് എൻ്റെ നാടിനോട് തന്നെയാണ് ഇഷ്ടം കൂടുതൽ, ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലോകത്തിൽ ഒരു സ്ഥലമുള്ളൂ. പിന്നെ എപ്പോഴാണ് ഇവിടുന്ന് ഇത്തരം കലാ സാംസ്കാരിക ലോകത്ത് നിറഞ്ഞ് അല്ലെങ്കിൽ ഉൾക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കുകയാണ്, ബോംബെക്ക് പോകുന്നൊരു കാര്യം ഇടയ്ക്ക് സൂചിപ്പിച്ചു, അതെങ്ങനെയാണ് ആ യാത്ര ഉണ്ടായത്? ബോംബെയിൽ അന്ന് എൻ്റെ സിസ്റ്റർ ബോംബെയിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇനി അടുത്ത് പഠിക്കാനായിട്ട് വരണം. അപ്പം അന്ന് കമ്പ്യൂട്ടർ കോഴ്സുകളും ഒക്കെ ധാരാളമായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ അത് ബോംബെയിൽ പഠിച്ചാൽ നന്നാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബോംബെയിലേക്ക് പോകുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് പറ്റിയൊരു മേഖലയല്ല. ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ചേർന്നത് ചെയ്തു വെച്ചാലും അതല്ല എൻ്റെ മേഖല എന്ന് എനിക്ക് തോന്നലുണ്ട്. 80കളുടെ രണ്ടാം പകുതിയാവും. അല്ല, അത് 90s എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ബോംബെക്ക് പോകുന്നതും. അപ്പോൾ ബോംബെയിൽ ചെല്ലുന്ന സമയത്ത് അന്ന് എനിക്ക് അവിടെ എന്താ വേണ്ടത്, CA ICWO ചെയ്യാമെന്നുള്ളൊരു മോഹം അപ്പോഴാണ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ അത് പഠിക്കണം എന്നുള്ളൊരു പാഷൻ വന്നിട്ടല്ല. അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് പഠിച്ചാലാണ് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ നല്ല ജോലിയിൽ എത്തുക എന്നുള്ളതാണ് അന്നത്തെ എല്ലാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ആരുടെയും സ്വപ്നം അതാണ്. അപ്പോൾ അന്ന് ICWOക്ക് ചേരാൻ തീരുമാനിച്ചു. കമ്പ്യൂട്ടറിൻ്റെ കൂടെ ICWO ചെയ്യുന്നു. അത് ബോംബെയിൽ ഇരുന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഓഡിറ്റർ, ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ബോംബെ കാലഘട്ടത്തിലാണ്. അപ്പം അന്നത്തെ സമയത്തുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ ഈ ഫിക്ഷൻ അല്ലെങ്കിൽ ചെറുകഥകൾ അതിൽ നിന്നൊക്കെ മാറി മാനേജ്മെൻറ്റ് പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ലോകത്തിന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇംഗ്ലീഷ് പോലും പറഞ്ഞാൽ കളിയാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്നും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല നാട്ടിൽ. അപ്പോൾ മലയാളം മാത്രം പറയുന്ന ഒരാൾ പെട്ടെന്ന് ബോംബെക്ക് ചെല്ലുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ്. നമ്മളെപ്പറ്റി പറയാൻ പോലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും അറിയാത്തൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവുകയാണ്. പക്ഷെ അവിടുത്തെ ആളുകൾ അങ്ങനെ നമ്മളെ കളിയാക്കാറില്ല. നമ്മളെ പോലെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും അധികം കളിയാക്കുന്ന ആളുകൾ നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് പോകുന്ന ഒരാൾക്ക് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ അധികം വരുന്നില്ല. അപ്പോൾ അവിടെ കൂട്ടുകാരൊക്കെ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹിന്ദി അച്ഛൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഹിന്ദി വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് വളരെ ഈസി ആയിരുന്നു അന്ന്. പിന്നെ ബോംബെയിലുള്ള ആ വളർച്ചയാണ്, അവിടുത്തെ ആ കാലഘട്ടമാണ് ജീവിതത്തിലെ വേറെ ലോകം നമുക്ക് തുറന്നു തരുന്നത്, അല്ലെങ്കിൽ സാധ്യതകളെ പറ്റി അറിയുന്നത്. ഈ ജന്മനാടിനെ ഇത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി, ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ താമസിക്കാം. ഒരു ബോംബെ പോയി ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ദിവസം നാടിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാം, അല്ലെങ്കിൽ തനി ബോംബെക്കാരനായി മാറി ജീവിക്കാം. അതെന്തായിരുന്നു അജയേട്ടൻ? എന്തായിരുന്നു? എനിക്ക് എന്തോ ഞാൻ ആദ്യത്തെ വിഭാഗത്തിലാണ്. അതായത് നാടിനോട് എന്നും ഒരു ഇഷ്ടം. അതെൻ്റെ കൂട്ടുകാരെല്ലാവരും നാട്ടിലായിരുന്നു. ഞങ്ങൾ 7 സുഹൃത്തുക്കൾ 1ാം ക്ലാസ് തൊട്ട് പഠിച്ച് വളർന്ന 7 പേരുണ്ട്. അതിലൊരാൾ ഞങ്ങളെ വിട്ടു പോയി, മനോജ് എന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ നാട്ടിലാണ്. ഇപ്പോൾ രാജീവായാലും ദിനേശനും ഉണ്ണി, അങ്ങനെ ഹരി, കൃഷ്ണൻ, അവരൊക്കെ നാട്ടിൽ തന്നെ സെറ്റിലായി. അപ്പോൾ അവർ നാട്ടിലുള്ളത് എൻ്റെ വേറൊരു ആകർഷണമാണ്. അവരെ കാണാൻ വരിക, അവരുള്ള ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നാട്ടിനോടുള്ള സ്നേഹം കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബോംബെയിൽ ഇരുന്നാലും ഞാൻ ചിലപ്പോൾ ബോംബെയിലെ ആദ്യ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഭക്ഷണം പോലും ഞാൻ കഴിക്കാറില്ല. അത് ഇഷ്ടമില്ലാണ്ട് മാത്രമല്ല, ഞാൻ അങ്ങനെ ആയിത്തീരരുതെന്ന് വിചാരിച്ചിട്ട്. അത് ശരി. അങ്ങനൊരു സമയം ആ കാലഘട്ടത്തിൽ ഞാൻ നിഷ്കർഷത പുലർത്തിയിരുന്നു അതിലൊക്കെ. ഇനി ഔദ്യോഗിക ജീവിതത്തിൻ്റെ 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ അതിലെങ്ങനെയൊക്കെയാണ് പിന്നീട് മുന്നോട്ടുള്ള എന്തായത് യാത്രകൾ? പിന്നീട് ഈ പറഞ്ഞ പോലെ ഇന്ന് ജീവിതത്തിലെ ഇപ്പോൾ എല്ലാ കൊച്ചുകുട്ടികൾ പോലും ഒരു വിഷൻ വേണം, ഗോൾ വേണം, മിഷൻ ഉണ്ടാവണം എന്നൊക്കെ പറയും. അതിനനുസരിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് 2 പേർക്കും അവരുടെ ഭാവിയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പം അന്ന് നമുക്ക് അതൊന്നുമില്ല. ഇപ്പോൾ ICWO കഴിഞ്ഞു, CMA US നിന്ന് ചെയ്യുന്നു. അപ്പോൾ ഗൾഫിലേക്ക് തന്നെ എൻ്റെ ചെറിയമ്മ വിളിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, ആരെങ്കിലും വരണം എന്ന് പറയുന്നു. എന്നെ അങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ICWO അല്ലെങ്കിൽ CEO ഒക്കെ ചെയ്ത ഒരാൾ ഒരു ബാങ്കിങ് മേഖലയിലോ അതിന് പ്രാമുഖ്യം കൊടുക്കുന്ന മേഖലയിലേക്കായിരിക്കണം നമ്മൾ ആദ്യമായി ജോലി ചെയ്യാൻ പോകേണ്ടത്. പക്ഷേ അതൊന്നും അറിയാത്ത ഞാൻ അവിടെ ചെന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ABBയിലാണ് അന്ന് ആദ്യത്തെ ജോലി കിട്ടുന്നത്. അതൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ അത് പവർ ജനറേഷനാണ് അവരുടെ.
ഞാൻ പഠിച്ച മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റിൽ വരുന്നു. പക്ഷെ അതിലുള്ളൊരു പോരായ്മ ഇപ്പോൾ നോക്കി കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ CEO ആയി മാറാനായിട്ട്, ആ കമ്പനിയുടെ ഏറ്റവും വലിയ ആളായി മാറാൻ ഒരു പരിമിതിയുണ്ട്. ഒരു ഫിനാൻസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്ക് അതിൻ്റെ സാങ്കേതികത നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ എൻ്റെ തന്നെ ജീവിതത്തിലെ കുറേ തെറ്റുകളാണ് ഞാൻ പിന്നീട് എനിക്ക് പുസ്തകങ്ങളായാലും അല്ലെങ്കിൽ എനിക്ക് പിന്നീട് മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള ഒരു പ്രചോദനമായത്. പിന്നെ അതെങ്ങനെയായിരുന്നു അവിടെ ഗൾഫിലുള്ള ജീവിതം? അവിടെ ABBയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ABB അന്ന് കുറേ അധികം സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകണം, അവരുടെ പ്രോജക്റ്റ് മാറുന്നതനുസരിച്ച് പോകണം. അപ്പം ഞാൻ അന്ന് അബുദാബിയിലും ദുബായിലും ആയതുകൊണ്ട് അവിടെ തന്നെ മതി എന്ന് തീരുമാനിച്ചിട്ട് അവിടെ ഒരു ട്രേഡിംഗ് കമ്പനി. പിന്നെ പോകുന്നത് ഞാനൊരു FMCG കമ്പനിയിലാണ്. അതായത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഫ്രോസൺ FMCG കമ്പനി. അത് ചിക്കനും അല്ലെങ്കിൽ ഫ്രോസൺ വെജിറ്റബിൾസൊക്കെ വിൽക്കുന്ന ഒരു വലിയ കമ്പനി, ഒരു ലോക്കൽ കമ്പനി. അപ്പോൾ അതും ഞാൻ പഠിച്ചതായിട്ട് അതും ബന്ധമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ കുറച്ചു കാലം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ CEO ആയിട്ടുള്ള എമിർകോം. അതൊരു IT കമ്പനിയാണ്. IT ഞാനൊരു ടെക്നോളജി സംബന്ധമായിട്ട് ഞാനൊരു എഞ്ചിനീയർ അല്ലാത്ത കാരണം അതിലും പരിമിതികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സക്സസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മന്ത്ര എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. അതിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം, ഹാർഡ് വർക്കിംഗ് ആവണം, കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം, ഒരു വിഷൻ വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ അതിലത്തെ ടെക്നോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് വളർന്നു വരാനായിട്ട് സാധിക്കും. ഈ എമിർകോമിൽ അജയേട്ടൻ എത്തിയതിന് ശേഷം കമ്പനിക്ക് വന്ന മാറ്റം അല്ലെങ്കിൽ അജയേട്ടന് വന്ന മാറ്റം അതൊന്ന് എന്തൊക്കെയാണ് പ്രവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതെന്ന്? ഞാൻ അവിടെ ആദ്യം ഫിനാൻസ് മാനേജറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അത് വളരെ എന്താ പറയണ്ടേ, അവിടുത്തെ IT കമ്പനികൾ, പല IT കമ്പനികളിൽ ഒരു IT കമ്പനിയാണ്. അങ്ങനെ ഏറ്റവും വലിയ IT കമ്പനി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനുശേഷമുള്ള ഞങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രം ഇതുകൊണ്ടല്ല, ഒരു ടീം വർക്കായിരുന്നു. അത് UAE വന്നു, സൗദിയിൽ ഞങ്ങൾ 7-8 രാജ്യങ്ങളിലേക്ക് വളർന്നു. പിന്നെ അന്നാണ് ഈ ലോകത്തെ ആകമാനം ബാധിച്ച 2008 മാന്ദ്യം വരുന്നതും. അപ്പോൾ ആ സമയത്ത് വളരെ വളരെ സൂക്ഷ്മമായിട്ട് പല ആളുകളും അവരുടെ ഗ്രോത്തിനെ എന്താ പറയണ്ടേ, ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോയി എക്സ്പാൻഡ് ചെയ്തു. ഞങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ ഞങ്ങൾ കൺസോളിഡേറ്റ് ചെയ്തു. അതൊരു വലിയ തീരുമാനമായിരുന്നു. അതായത് 8 രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ വീണ്ടും 2 രാജ്യങ്ങളിലേക്കായിട്ട് മാറുകയാണ്. അപ്പം മറ്റുള്ള ആളുകൾ നമ്മളെ ചിലപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് താഴേക്ക് പോകല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം. പക്ഷേ ഞങ്ങൾ ഈ 8 രാജ്യങ്ങളിലത്തെയും എംപ്ലോയീസിനെ ആരെയും ടെർമിനേറ്റ് ചെയ്യാണ്ട് അവരെ ഈ 2 രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. UAEയിലും സൗദിയിലും മാത്രമായിട്ട് നമുക്ക് വളരാം. കാരണം ഞങ്ങൾക്ക് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള 2 രാജ്യങ്ങളാണിത്. ഇവിടെയാണ് നമുക്ക് നമ്മളുടെ ഗെയിമിനെ പറ്റി കൂടുതൽ അറിയുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അവിടെയുള്ള എംപ്ലോയീസിനെ എല്ലാം കൊണ്ടുവരുന്നു. അതിന് വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് 2009 എമിർകോം ഒരു പുതിയ പാതയിലേക്ക് വരികയാണ്. ആ 2009 വളരെ നല്ലൊരു വർഷമായിട്ട് മാറുന്നു. മറ്റുള്ള പല ആളുകൾക്കും 2009 ഈ മാന്ദ്യത്തിന് ശേഷമുള്ള ആ വർഷം തരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫിക്സ്ഡ് എക്സ്പെൻസൊക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന കൂട്ടായ ചില തീരുമാനങ്ങൾ, അതിൽ എമിർകോമിലത്തെ ഞങ്ങളുടെ CEO ആയാലും ഞാൻ CEO ആയാലും CFO, അങ്ങനെ എല്ലാവരുമായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധം, അത് ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമാണെന്ന് തോന്നുന്നു. അതായത് പൊളിറ്റിക്സ് ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക.